PM കിസാൻ പറഞ്ഞ സ്കീമിലൂടെ നിങ്ങളുടെ പാരന്റ്സിനും ഗ്രാൻഡ് പാരന്റ്സിനും 2000 രൂപ കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുന്നുണ്ട്. ഈ മാസം ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് ഈ KYC ചെയ്യാൻ. ഇതിന് മുന്നേറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വരുന്ന പൈസ പെൻഡിങ്ങും അത് സ്റ്റെക്കായി അവിടെ കിട്ടും. നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിക്കുക, ഇതേപോലെ PM കിസാൻ പറഞ്ഞ സ്കീമിൽ 4 മാസം കൂടുമ്പോൾ 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടോ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ KYC ചെയ്യാം. ഈ ഒരു കാര്യം പറഞ്ഞ് കുറേ പേര് അക്ഷയ സെന്ററിൽ പോയി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും അത് ഇൻകംപ്ലീറ്റഡ് ആണ്. ഞാൻ വയസ്സായ 3-4 പേരുടെ വീട്ടിൽ ഇത് ചെയ്യാൻ പോയ സമയത്ത് അവർ പറഞ്ഞു ഞാൻ അക്ഷയ സെന്ററിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അത് ഇൻകംപ്ലീറ്റഡ് ആണ്. ആധാർ ഫേസ് ID പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസ് 2 വട്ടം സ്കാൻ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അക്ഷയ സെന്ററിൽ ഈ ഒരു ആധാർ ഫേസ് ID പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്തിട്ട് ഈ ഒരു പേജ് എത്തുന്ന സമയത്ത് അത് ഈ 3 പോയിന്റും yes എന്ന് കാണുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയി പറഞ്ഞ് ഇതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയാണ്. സോ അത് ഇൻകംപ്ലീറ്റ് ആണ്. സോ നിങ്ങൾ അതുകൂടി ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യണം. ഇനി നമുക്കത് എങ്ങനെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ പോയ ശേഷം PM കിസാൻ ജിയോയിൽ പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആധാർ ഫേസ് ID പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം PM കിസാൻ ആപ്പിലേക്ക് വന്നതിന് ശേഷം ലോഗിൻ ടൈപ്പിൽ ബെനിഫിഷ്യറി എന്ന് കൊടുക്കുക, നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഫേസ് സ്കാൻ ചെയ്യുക. ഒരു കണ്ണ് ചിമ്മേണ്ട ഫേസ് സ്കാനിൻ്റെ പ്രോസസ്സിംഗ് ആണ്. അതിനുശേഷം ഡാഷ്ബോർഡ് പറഞ്ഞ ഓപ്ഷൻ കാണും. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനൊരു പേജ് വരും. ഇതിൽ KYC ഫോർ അനദർ ബെനിഫിഷ്യറി എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് KYC കൊടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക. ഒരു 6 ഡിജിറ്റ് നമ്പർ കൊടുക്കാൻ പറയും. അത് കൊടുത്തതിന് ശേഷം പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ ബേസ്ഡ് നമ്പറിലേക്ക് ഒരു OTP വരും. അത് വെരിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഫേസ് ഒന്നുകൂടി സ്കാൻ ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു പേജിലേക്കാണ് നിങ്ങൾ എത്തുക. ഇപ്പോൾ നിങ്ങളുടെ ഈ KYC കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ PDF റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം. ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വയസ്സായ ആൾക്കാർക്ക് ഒരു വരുമാനം കിട്ടുന്നതാണ്. നമ്മളായിട്ടത് മുടക്കണ്ട.